മക്കൾക്കുണ്ട്. അമ്മയുടെ അടുത്ത് വന്ന്, അമ്മയുടെ മടിയിലിരുന്ന്, അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് തൊട്ടിരുന്ന് ഒരു കഥ പറയൂ അച്ഛാന്ന് പറഞ്ഞിരുന്ന കാലമില്ലേ മക്കള്? നമ്മൾ കഥ പറയുമ്പോൾ അവര് ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന കാലമില്ലേ? ആ സമയത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ചെലവഴിക്കാനില്ല. അവർക്ക് സമയമുള്ളപ്പോ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് സമയമുള്ളപ്പോ അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ കേൾക്കണം, കേൾപ്പിക്കണം. അതുപോലെ കാണണം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ മക്കളെ കാണിപ്പിക്കണം. അനാഥ കുട്ടികളുടെ ജീവിത ശൈലി കാണിപ്പിക്കണം. വൃദ്ധരുടെ വേദനകൾ കാണിപ്പിക്കണം. വിശപ്പിന്റെ വില, എച്ചിലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ബെഗേഴ്സിനെ കാണിക്കണം. ഞാൻ എടുത്തു പറയുന്നു, രോഗികളുടെ രോഗത്തെ കാണിക്കണം. അതുപോലെ വേദനിക്കുന്നവരുടെ വേദന കാണിക്കണം. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും കാണിച്ചാൽ നിങ്ങൾ കൂടുതൽ മക്കളെ ഉപദേശിക്കേണ്ടി വരില്ല. ഞാൻ കാലടിയില് ആദിശങ്കര കോളേജില് ക്ലാസ് എടുക്കാൻ പോവാറുണ്ട്. അവിടെ ഫസ്റ്റ് ബാച്ച് വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോ ഒരിക്കൽ അവിടുത്തെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ഗോപാലകൃഷ്ണൻ സാറേ, ഇവിടത്തെ ഈ പർട്ടിക്കുലർ എഞ്ചിനീയറിംഗ് വിഭാഗം പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അവരെ കൺട്രോൾ ചെയ്യാൻ എന്നാ വഴി? ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ചയോ പിന്നത്തെ ആഴ്ചയോ അവരെ ടൂറിന് അയക്കുക. ടൂറിന് അയക്കുമ്പോൾ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കയറി RCCയിലും കൂടി കണ്ടിട്ട് വരാൻ പറയാം. റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഒന്ന് കണ്ടിട്ട് വരാൻ പറയാം. അദ്ദേഹം വളരെ കൂളായിട്ട് അത് തന്നെ ചെയ്തു. കന്യാകുമാരി ട്രിപ്പ് ഓർഗനൈസ് ചെയ്തു. കോളേജിന്റെ ബസ് വിട്ടുകൊടുത്തു. പക്ഷെ RCC എൻ റൂട്ടിൽ കമ്പൽസറി ആക്കി. ആ RCC കയറി 6 മാസം 8 മാസം 10 മാസം 1 വയസ്സ് 1.5 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികള്, തൊണ്ടയിൽ ക്യാൻസർ, നാക്കിൽ ക്യാൻസർ, തലച്ചോറിൽ ക്യാൻസർ, മൂക്കിന്റെ ഉള്ളില് എപ്പിഗ്ലോട്ടിസില് ആമാശയത്തില് ക്യാൻസർ ഉള്ള കുട്ടികള് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റാതെ കരയുന്ന ആ കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ ഇവർ കണ്ടു. കരയുന്ന കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ കണ്ട് അവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കന്യാകുമാരി ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. തിരിച്ചിവിടെ വന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് 17,000 രൂപ കളക്ട് ചെയ്ത് അവിടെ RCCയിലേക്ക് അയച്ചു കൊടുത്ത്, അതിനുശേഷം ഈ കുട്ടികൾ തികച്ചും വ്യത്യസ്തരാണ്. ഒരൊറ്റ കാര്യം കണ്ടേ ഉള്ളവർ RCCയിലെ കുട്ടികളുടെ വേദന. ഞാൻ നിങ്ങളോടും പറയുന്നു, സ്വർഗസമാനമായ ജീവിതമാണ് നമ്മളൊക്കെ നയിക്കുന്നത്. അതൊക്കെ ഒന്ന് കാണണം. 90 95 വയസ്സായ വൃദ്ധരെ ഒന്ന് തലോടാൻ ആൾക്കാരില്ലാതെ മരണത്തെ കാത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധരെ നിങ്ങൾ കാണണം. എങ്ങനെയാണോ നേരത്തെ കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞത്, കേൾക്കണം കേൾപ്പിക്കണം എന്ന് പറഞ്ഞത്, അതേപോലെ നിങ്ങൾ കാണണം. വൃദ്ധരെ കാണണം, അനാഥരെ കാണണം, എച്ചിലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ കാണണം. അതേപോലെ അച്ഛനും അമ്മയും ആരാണെന്നറിയാതെ ഒരമ്മയുടെ തലോടലേൽക്കാൻ കൊതിക്കുന്ന ജീവനുള്ള ചെറിയ കുട്ടികളെ ഒന്ന് കാണണം. അതുപോലെ തന്നെ രോഗികളെ ഒന്ന് കാണണം. ചങ്കൂറ്റമുണ്ട് എൻ്റെ മുമ്പിലുള്ളവർക്കെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്ന് മോർച്ചറിയുടെ അകത്തൊരു 15 മിനിറ്റ് നിൽക്കണം. മോർച്ചറിയുടെ അകത്ത് ഒരു 15 മിനിറ്റ് നിങ്ങൾ നിൽക്കണം. മക്കളെയും ഒന്ന് നിർത്തണം. അതിനകത്ത് റെയിൽവേ കമ്പാർട്ട്മെന്റ് മാതിരി ഡെഡ് ബോഡി അടക്കി വെച്ചിരിക്കുന്ന കാണാം. ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് പോയിട്ടൊന്ന് നിൽക്കാം. ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, ജീവനുള്ളവരുടെ അടുത്ത് നിൽക്കാൻ നമുക്ക് ഭയമില്ല. ജീവൻ പോയപ്പോൾ പറ്റിയ അബദ്ധമാണ്. ഒരിക്കൽ നമ്മുടെയും ജീവൻ പോകുന്നെന്ന് ഓർക്കണ്ടേ? നമ്മളും ചിലപ്പോൾ അതേപോലെ കിടക്കുന്നെന്ന് ഓർമ്മിക്കണ്ടേ? നമ്മൾ ഇതേപോലെ ഒന്നും ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മാലയൊക്കെ മേടിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലമൊന്നുമല്ല. കുറേ കഴിയുമ്പോൾ നമ്മളും മാറും. എല്ലാം കഴിഞ്ഞ് യാത്രയ്ക്ക് പോകുന്ന വേളയില് ഈ ലോകത്തിന്റെ ദുഃഖത്തിന്റെ ഒരേടും കൂടി പഠിക്കാനും കാണാനും നിങ്ങൾക്കും സാധിക്കണം, നിങ്ങളുടെ മക്കൾക്ക് സാധിക്കണം.
സാധിക്കണം. ഇതെന്റെ അഭ്യർത്ഥനയാണ്. ഈ അല്ലാതെ യഥാർത്ഥ ലോകം, ഇതിനപ്പുറത്ത് വേറൊരു ലോകമുണ്ട്. വിശക്കുന്നവന്റെ ലോകം, അന്ധന്റെ ലോകം, ബധിരന്റെ ലോകം, മൂകന്റെ ലോകം, രോഗിയുടെ ലോകം, വൃദ്ധന്റെ ലോകം, അനാഥന്റെ ലോകം. അത് പത്രമാധ്യമങ്ങളിൽ വരില്ല. വരാത്തൊരു ലോകമുണ്ട്. ആ ലോകത്തെ അന്വേഷിച്ചു പോയാൽ ഇന്നത്തെ നമ്മുടെ ജീവിതം സ്വർഗസമാനമാണെന്ന് നമ്മുടെ മക്കൾക്കും നമുക്കും മനസ്സിലാക്കാൻ സാധിക്കണം. അടുത്ത കാലത്ത് ഭാരതീയ വിദ്യാഭവന്റെ ഒരു സ്കൂളിൽ പോയി. ഭാരതീയ വിദ്യാഭവന്റെ അവിടെ ആ പ്രിൻസിപ്പാൾ പറഞ്ഞത്, ഇവിടുത്തെ കുട്ടികളെ ശരിയാക്കാൻ പറ്റില്ല സാറേ. എന്താ കാര്യം ഞാൻ ചോദിച്ചു. വരുന്നത് കോടിപ്രഭുക്കളുടെ മക്കളാ. പോക്കറ്റ് മണി 20,000 22,000 രൂപയാ പോക്കറ്റിൽ വെച്ച് വരണേ. ഇവരെ എങ്ങനെയാ ഞാൻ ശരിയാക്കുക? ഞാൻ പറഞ്ഞു, ടീച്ചർക്ക് ചങ്കൂറ്റം ഉണ്ടാവണം, പ്രിൻസിപ്പാളല്ലേ. ഒരു 5-6 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് അനാഥാലയത്തിലേക്കും വൃദ്ധാലയത്തിലേക്കും ആശുപത്രിയിലേക്കും ഒന്ന് കൊണ്ടുപോവുക. അവരെ ഇതൊക്കെ കാണിക്കുക. എന്നിട്ട് പ്രോജക്റ്റ് എഴുതാൻ പറയുക. മാറും അവര്. ഈ അടുത്ത് ഇവിടെ തന്നെയാ, എറണാകുളത്ത് തന്നെയാ. ഏതായാലും അവരത് ചെയ്തു. 3-4 സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ കുട്ടികൾക്ക് ജീവിതം എന്താന്ന് മനസ്സിലായി. വളരെ വളരെ പഴയ കഥയൊന്നുമല്ല. ഇപ്പൊ ചിലത് കേട്ടാ മനസ്സിലാവില്ല, കണ്ടാലേ മനസ്സിലാവുള്ളൂ. ക്യാൻസർ രോഗിയുടെ വേദന കേട്ടാ മനസ്സിലാവില്ല, കാണണം. വൃദ്ധന്റെ വേദന കാണണം. അനാഥത്വം കാണണം. രോഗിയുടെ രോഗനിരതത്വം കാണണം. ഇത് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം, നിങ്ങളുടെ മക്കൾക്കും കാണാൻ സാധിക്കണം. എങ്കിലവർ മാറും. ജീവിതത്തെ ആടിമുടി മാറുന്ന മനസ്സുള്ളവരായി തീരും. ചില കാര്യങ്ങൾ മക്കളോട് ചർച്ച ചെയ്യണം. സ്കൂളിലെ സ്റ്റുഡൻസിനോട് ടീച്ചേഴ്സ് ചർച്ച ചെയ്യണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു സർവേ നടത്തി. എല്ലാ രക്ഷാകർത്താക്കൾക്കും കത്തെഴുതി, നിങ്ങളുടെ മക്കളെ എന്താവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഈ സ്കൂളിൽ എന്തു കുറവാ ഉള്ളത്? ഞാൻ വിചാരിച്ചത് പാരൻസ് ഭയങ്കരമായിട്ട് എഴുതുന്ന, അങ്ങനെ ഒന്നും അവർ എഴുതിയില്ല. വളരെ ശാന്തമായിട്ട് വളരെ നല്ല കമന്റുകളാണ് എഴുതിയത്. എനിക്ക് അത്ഭുതം തോന്നി. ആ സ്കൂളിന്റെ ചാർജായിട്ടുള്ള പ്രിൻസിപ്പാൾ പോലും എന്നോട് പറയുകയുണ്ടായി, സർവേ നടത്തിയാൽ ചിലപ്പോൾ പാരൻസ് ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും നോക്കണ്ട, അവർക്ക് റിയാക്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. നല്ല രീതിയിലാണ്. അപ്പോ ചർച്ച ചെയ്യണം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ മക്കളെ ഗുഡും ഗ്രേറ്റും ആക്കണം. നമ്മൾ വേറെ രീതിയിൽ ജീവിക്കുന്നവരാവണം. അതുപോലെ എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും പറയാനുള്ളത്, നോൺ വെജിറ്റേറിയൻ ഉപേക്ഷിക്കണം. ഇതെന്റെ അഭ്യർത്ഥനയാണ്. പേഴ്സണലായിട്ടുള്ള തോന്നലൊന്നുമല്ല. 623 ദിവസം കൊണ്ട് ഇന്ത്യയില് ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത ഒരാളെ ഉള്ളൂ, അത് ഞാനാണ്. എനിക്ക് ഉറപ്പാ. അമേരിക്കയിലെ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിലും കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലും അവിടുത്തെ ഗവൺമെന്റിന്റെ ക്ഷണമനുസരിച്ച് ബയോകെമിസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളാണ്. അവിടെയൊക്കെ വെജിറ്റേറിയനിസത്തിലേക്കാണ് വിദ്യാർത്ഥികളും മറ്റുള്ളവരും മാറുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഈ മാംസം, ഡെഡ് ബോഡി, ബ്ലഡ്, ഫ്ലഷ്, അതുപോലെ ലിക്കർ, മദ്യം കഴിക്കുന്നു. കേരളീയര് ഏറ്റവും കൂടുതൽ മദ്യത്തിന് അടിമയായിരിക്കുക. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം നമ്പർ 1 ചാലക്കുടി, നമ്പർ 2 ഇരിങ്ങാലക്കുട. കഴിഞ്ഞ വർഷം നമ്പർ 1 ഹരിപ്പാട്, നമ്പർ 2 കരുനാഗപ്പള്ളി. ഇപ്രാവശ്യം നമ്പർ 1ഉം നമ്പർ 2ഉം ഏതാണെന്ന് പ്രഖ്യാപിക്കരുതെന്ന് ആരാധ്യനായ ബാബു പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് കള്ളത്തരത്തിലുള്ള ഒരു റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. 7% ഇൻകം കുറഞ്ഞിട്ടുണ്ട്. 7 കോടി രൂപയുടെ ഇൻകം കുറഞ്ഞിട്ടുണ്ട്. ശുദ്ധ നുണയാണ്. അത് വെറും നുണയാ. ബാബുവിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. എൻ്റെ വീടിന്റെ അപ്പുറത്ത് തൃപ്പൂണിത്തുറയില്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മാംസവും മദ്യവും ആവശ്യമില്ലാത്ത മരുന്നുകളും കേരള ജനതയെ അത്രയധികം നശിപ്പിക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയില് ഹയസ്റ്റ് മാർക്ക് മേടിക്കാൻ സാധിച്ച ഒരാളാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരിടത്തും ചെലവാവാത്ത മരുന്ന് കേരളത്തിൽ ചെലവാക്കുന്നു. ഡോക്ടർമാർക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ട്. എത്രയാ ഡോക്ടർമാരുടെ കമ്മീഷൻ? ഓരോ മരുന്നിനും 45% കമ്മീഷൻ. ഇത് ഞാൻ പറഞ്ഞത് കേൾക്കണം, കാണണം, ചർച്ച ചെയ്യണം, ചിന്തിക്കണം. ചിന്തിക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓരോ മൃഗത്തെയും കയ്യും കാലും കെട്ടി കഴുത്തറുത്ത് ചോര തെറിപ്പിച്ച് പെടഞ്ഞ് മരിക്കുന്ന
ആ മൃഗത്തിന്റെ ചോരയും ഇറച്ചിയും കൊണ്ട് ഈ ശരീരം വളർത്തിയതാണ് കേരളത്തിൽ ഇത്രയും അധികം ആശുപത്രികൾ ഉണ്ടാവാൻ കാരണം, ഇത്രയും മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവാൻ കാരണം, ഇത്രയും മെഡിക്കൽ കോളേജ് ഉണ്ടാവാൻ കാരണം. ഈ MBBS-ഉം MD-യും എടുത്ത ആൾക്ക് ഒരു മൃഗത്തിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ, അല്ലേ? മറ്റേത് എടുത്തു കഴിഞ്ഞാൽ BVSC എടുത്ത് വെറ്റിനറി സയൻസ് എടുത്താൽ പല തരത്തിലുള്ള മൃഗത്തെ ചികിത്സിക്കാം. പക്ഷെ MBBS-ഉം MD-യും എടുത്താൽ ഒരു മൃഗത്തിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ആ മൃഗങ്ങളെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ ഇവര് കുത്തുവാള എടുക്കില്ലേ? അപ്പൊ ഇവിടെയുള്ള ജനങ്ങൾ ആരോഗ്യമുള്ളവരാകാതിരിക്കാൻ, അത് അവരുടെ ആഗ്രഹം, തെറ്റല്ല. 1 കോടി രൂപ കൊടുത്തിട്ട് ഒരു സീറ്റ് മേടിക്കണതേ, അതിന്റെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 10 ലക്ഷമായി. അത് കഴിഞ്ഞിട്ട് അഡ്മിഷന് കൊടുത്തത് ഈ 1 കോടി, ഫീസ് കൊടുക്കുന്നത് വേറെ. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? ഈ 10 ലക്ഷം വെച്ചിട്ട് ഇൻട്രസ്റ്റ് അടക്കണ്ടേ? ഇനി തന്നെത്താനെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഒരു ആശുപത്രി ഉണ്ടാക്കണം. ആ ആശുപത്രിക്ക് 5 കോടി വേണ്ടേ? ആ 5 കോടിയുടെ ഇൻട്രസ്റ്റ് എത്രയായി? 50 ലക്ഷം പ്ലസ് 10 ലക്ഷം. ഇത് എവിടെ നിന്ന് കിട്ടും? നിങ്ങളുടെ ഹാർട്ട് സർജറി ചെയ്തിട്ട് നിങ്ങളുടെ ഹാർട്ടിന് കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ല, ഭാവിയിൽ കുഴപ്പമുണ്ടാവാതിരിക്കാൻ ഇപ്പൊ തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ 4.5 ലക്ഷം രൂപ കിട്ടി. അത് ഇൻഷുറൻസുകാർ തരും. നിങ്ങളുടെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്ത്. എനിക്ക് പണ്ട് ബഹുമാനം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു ഡോക്ടർമാര്. ഇപ്പൊ എനിക്ക് ഡോക്ടറെ കണ്ട അറവുകാരെക്കാളും വേദനയാണ്. ഞാൻ ആരാധിക്കുന്ന ഡോക്ടർമാര്, ബഹുമാനിക്കുന്ന തിരുവനന്തപുരത്തെ ഡോക്ടർമാര് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പുസ്തകം എഴുതിയ ഡോക്ടർമാര് MRI സ്കാനിങ് എഴുതി 5500 രൂപ കമ്മീഷൻ മേടിക്കുന്നേ. എല്ലാത്തിനും കമ്മീഷൻ മേടിക്കുന്നവരാ. ഇന്ന് ഡോക്ടർമാരെ കണ്ട മടക്കി കുത്തിക്കൊണ്ട് നടക്കണം. ഇത്രയും ക്രിമിനൽസ്, ഇത്രയും വലിയ ക്രിമിനൽസ്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, കുറെ പേര് അതല്ലാത്തവരുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് നിങ്ങളോട് പറയുന്നു, നമ്മുടെ മക്കളെയും നമ്മളെയും വേണ്ടതിനും വേണ്ടാത്തതിനും ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടുപോകാതിരിക്കാം. പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ എന്താ സംഭവിക്കുക? അതിന് ഞാൻ ഉത്തരം പറയാം. നിങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ നല്ല ഹോട്ടൽ ഏതെന്ന് അന്വേഷിക്കാറില്ലേ? നല്ല ഹോട്ടൽ മനസ്സിൽ വെക്കാറില്ലേ? നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഏതാണെന്നറിയോ? ഈ ആലപ്പുഴ സിറ്റിയിലേക്ക് കയറുമ്പോൾ ഇടത് സൈഡിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോകുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിനെ കഴിക്കുള്ളൂ. കുറച്ച് ചാർജ് കൂടുതലാണെങ്കിലും ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോട്ടല്. നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാറില്ല. ഒരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വണ്ടിയല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഡ്രസ്സല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ഒരു സ്ഥലത്ത് പുരയിടം വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നല്ല വീടാണോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. അതുപോലെ വെജിറ്റബിൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വെജിറ്റബിൾ ആണോ എന്ന് നോക്കിയിട്ടല്ലേ വാങ്ങിക്കാറുള്ളൂ. നമ്മളൊരു സ്കൂളിൽ കുട്ടികളെ ചേർക്കുകയാണെങ്കിൽ നല്ല സ്കൂളുകളാണോ എന്ന് നോക്കിയിട്ടല്ലേ ചെയ്യാറുള്ളൂ. അതൊക്കെ നല്ലതാണോ എന്ന് നോക്കാവുന്ന നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെ എന്തുകൊണ്ട് നേരത്തെ കണ്ടുവെച്ചൂടാ? നല്ലൊരു ഡോക്ടറെ എന്തുകൊണ്ട് നേരത്തെ കണ്ടുവെച്ചൂടാ? എനിക്കുണ്ട്, തിരുവനന്തപുരത്തൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ സുബ്രഹ്മണ്യം. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഞങ്ങളുടെ ഡോക്ടറാ. എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹത്തിനെ കാണാതെ വേറൊരാളെ കാണില്ല. ഡോക്ടർ രാമസ്വാമി പിള്ള, അവർ കാശിന് വേണ്ടി ജീവിക്കുന്നവരല്ല. ഡോക്ടർ മനോജ്, ഡോക്ടർ സന്തോഷ്, കുറെ പേരുണ്ട്. ചിലത് ചെറുപ്പക്കാര്, ചിലത് പ്രായമായവര്. ഡോക്ടർ മൂർത്തി, ENT സ്പെഷ്യലിസ്റ്റ്, ഇവരൊക്കെ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വന്നാലും അവരുടെ അടുത്തേക്ക് പോകുള്ളൂ. അവര് സജസ്റ്റ് ചെയ്താലേ വേറെ സ്ഥലത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് 10 കൊല്ലമായിട്ട് എല്ലാം കൂടി ചേർന്ന് അബദ്ധം പറ്റാത്ത ട്രീറ്റ്മെന്റ് അനുസരിച്ച് ഒരു 500 രൂപയെ കൂടുതൽ ചെലവായിട്ടില്ല. ഒരിക്കൽ അബദ്ധം പറ്റി, അത് 1,04,000 രൂപയായി. നവംബർ മാസം 25-ാം തീയതി ഞാൻ നിലമ്പൂരാവുമ്പോ എന്റെ വൈഫ് നേരെ തലയുറ്റി വീണു. അവരെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ തിരുവനന്തപുരത്തിന്റെ പേരുള്ള ഒരു ആശുപത്രിയിൽ കയറ്റി 3 ദിവസം കൊണ്ട് 1,08,000 രൂപയുടെ ബില്ല് നിർബന്ധിച്ച് എന്റെ വൈഫിനെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പുറത്ത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ മനോജ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ വൈഫിന് വെറും സ്പോണ്ടിലോട്ടിക് മൈഗ്രെയിൻ ആയിരുന്നു. 3 രൂപയുടെ 5 ഗുളിക കഴിച്ചാൽ അത് നോർമൽ ആവുന്നതേ ഉള്ളൂ ആയിരുന്നു. വെറുതെ നിങ്ങളെ പറ്റിച്ചതാ. പക്ഷേ ഇത്രയും കഴിച്ച 1,08,000 രൂപയുടെ മരുന്നിന്റെ
എഫക്റ്റ് ശരീരത്തിൽ നിന്ന് പോകണമെങ്കിൽ 1.5 മാസം അനുഭവിക്കണം. അത് പത്മശ്രീ കിട്ടിയ ഒരു ഡോക്ടറിന്റെ ആശുപത്രിയിലാണ് കയറിയത്. ഞാൻ പേര് പറയണില്ല, വീഡിയോ എടുക്കുന്നത് കൊണ്ട്.